KSEB നേരിട്ട് സ്ഥാപിക്കാൻ പോകുന്ന സ്മാർട്ട് മീറ്റർ പദ്ധതിയുടെ ടെൻഡർ ഈ മാസം വിളിക്കും. ഗാർഹിക ഉപഭോക്താക്കളെ ഒഴിവാക്കിയാണ് ആദ്യഘട്ടം നടപ്പിലാക്കാൻ പോകുന്നത്. നേരത്തെ സ്വകാര്യ കമ്പനികൾക്ക് നടത്തിപ്പ് നൽകുന്ന ടോടെക്സ് രീതിയിൽ പദ്ധതി നടപ്പിലാക്കാനുള്ള നീക്കം ബോർഡിലെ ഭരണ പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്ന് സർക്കാർ ഉപേക്ഷിച്ചിരുന്നു. ചെലവ് സ്വയം വഹിക്കുന്ന രീതിയിലുള്ള സ്മാർട്ട് മീറ്റർ പദ്ധതിയുടെ ടെൻഡർ ജനുവരി 15-നകം വിളിക്കാനാണ് KSEB ഉദ്ദേശിക്കുന്നത്. ക്യാപെക്സ് എന്ന ഈ രീതി പരീക്ഷണാടിസ്ഥാനത്തിൽ സിഡാക്കിന്റെ സ്മാർട്ട് മീറ്ററുകൾ വിവിധയിടത്ത് സ്ഥാപിച്ചെങ്കിലും ടെൻഡർ വിളിച്ച് മുന്നോട്ട് പോകാനാണ് ബോർഡ് തീരുമാനം. പുതിയ രീതിയിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ DPR അടക്കം ഊർജ്ജ മന്ത്രാലയത്തിൽ സമർപ്പിച്ച അനുമതിയും തേടിയിട്ടുണ്ട്. ടോടെക്സ് മാതൃകയിൽ അല്ലാത്തതിനാൽ സ്മാർട്ട് മീറ്ററിന്റെ ഗ്രാന്റ് ലഭിക്കില്ല. എന്നാൽ വിതരണ ശൃംഖലയുടെ നവീകരണത്തിനടക്കമുള്ള മറ്റ് ഗ്രാന്റുകൾ ലഭ്യമാക്കും. 33 ലക്ഷം സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുമെന്ന പ്രഖ്യാപനത്തിൽ നിന്ന് 3 ലക്ഷം സ്മാർട്ട് മീറ്ററുകൾ ആദ്യം സ്ഥാപിച്ചാൽ മതിയെന്നാണ് ഇപ്പോഴത്തെ തീരുമാനം. സിസ്റ്റം മീറ്ററിംഗ് ഉള്ള ട്രാൻസ്ഫോർമർ, സബ്സ്റ്റേഷൻ എന്നിവിടങ്ങളിലും ഹൈടെൻഷൻ ഉപഭോക്താക്കൾക്കും സർക്കാർ സ്ഥാപനങ്ങളിലും സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കും. ടോടെക്സ് മാതൃകയിൽ പദ്ധതി നടപ്പിലാക്കിയാൽ ഉപഭോക്താക്കൾക്ക് അധിക ബാധ്യത ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ജീവനക്കാരുടെയും ഓഫീസർമാരുടെയും സംഘടനകൾ ഇക്കാര്യത്തിൽ പ്രതിഷേധിച്ചത്. 2025 ഗാർഹിക ഉപഭോക്താക്കളും സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. ജനം, തിരുവനന്തപുരം.